കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സൊക്കെ തകർന്നിട്ടോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോ അടുത്തിനി എന്ത് വാട്ട്സ് നെക്സ്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വാക്കുകൾ വളരെ വലുതാണ്. പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ അവർക്ക് ടീമിനെ നഷ്ടപ്പെട്ടെന്നിരിക്കാം, ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് എന്താ പറയണ്ടത്, അവർ കൺസീവ് ചെയ്ത പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ അവരോട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലൊരു അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊന്ന് ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും അവരെ കൊണ്ടുവരാൻ പറ്റുക? ഞാനൊരിക്കൽ 2018 ഞാൻ ട്രെയിനിങ് തുടങ്ങിയ വീഡിയോസ് കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ യൂട്യൂബിൽ വന്നൊരു കാലഘട്ടത്തിൽ ഞാനന്ന് ദുബായിൽ വർക്ക് ചെയ്ത് റിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് വരുന്നത് ബേ സ്ക്വയറിലാണ്, ദുബായിൽ ബേ സ്ക്വയറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫാമിലി ഉള്ളത് അല്ലയില്ല, വൈഫ് അവിടെയാണെന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം 5 മണിക്ക് ഓഫീസ് വിട്ടിട്ട് തിരിച്ച് പോകുന്ന വഴിയിൽ എനിക്കൊരു കോള് വന്നു. ഷാർജയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വളരെ സങ്കടത്തോടുകൂടി വിളിക്കാമെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ബ്ലൂടൂത്ത് വണ്ടിയിൽ കണക്റ്റഡ് ആണ്, ഞാൻ സംസാരിച്ചുകൊണ്ടാണ് പോകും ഫ്രീ ആയിട്ട്, തനിച്ചേ ഉള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്, ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടത് എങ്ങനെ അധികം വേദന ഇല്ലാതെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ തപ്പുന്നതിനിടയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനൊരു സൂയിസൈഡിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കീവേഡ് ഉപയോഗിച്ചപ്പോൾ ഈ സാധനം വന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പം എനിക്കൊരു പ്രചോദനം കിട്ടി. നിങ്ങളെന്ന് വിളിച്ചു കളയാം, ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കാനുണ്ടോ എന്ന് വിളിച്ചു കളയാമെന്ന് വിചാരിച്ചു. വിളിച്ചതാണ്. അപ്പം ഞാൻ പുള്ളിയോട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു പുള്ളി ഇത്രയും ഓപ്പണായിട്ട് ആരോടും സംസാരിച്ചിട്ടില്ലെന്ന്. ഭാര്യയും മക്കളൊക്കെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇത് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സുഹൃത്തും അദ്ദേഹത്തിന് സുഹൃത്ത് പോലെ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും ചോദിച്ചാൽ പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, കേൾക്കാൻ ആരും നിന്ന് കൊടുത്ത് കാണില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു സഹോദരനായിട്ട് എന്ത് പറ്റിയതാണ്, എന്തെങ്ങനെ തീരുമാനം എടുക്കാൻ കാര്യം പറയൂ എന്ന് പറഞ്ഞു. പുള്ളി ആദ്യം ഇങ്ങനെ മടിച്ചെങ്കിലും ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി ഫുള്ളായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി ദുബായിൽ നിന്ന് ഈ ഓയിൽ പ്രോഡക്റ്റുകൾ, ലൂബ്രിക്കൻ്റ് ഓയിൽ ഉണ്ടല്ലോ, ലൂബ്രിക്കൻ്റ് ഓയിൽ അജ്മാനിലെ ഒരു യൂണിറ്റിൽ നിന്ന് റീപാക്ക് ചെയ്തിട്ട് ആഫ്രിക്കയിലേക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇറാനിൽ നിന്നാണ് പുള്ളി പ്രോഡക്റ്റ് എടുത്തിരുന്നത്. ഇറാനിൽ പ്രോഡക്റ്റ് എടുക്കുകയും അതിനകത്ത് കുറേ ലീഗൽ കോംപ്ലിക്കേഷൻസും ഇറാനുമായിട്ട് UAE കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്തപ്പോൾ പുള്ളിയുടെ ഫ്യൂച്ചർ കണ്ടിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ലോക്കായി. പുള്ളിയുടെ പ്രൊഡക്റ്റ് ഫ്ലോ ആഫ്രിക്കയിൽ സ്റ്റോപ്പ് ആയതുകൊണ്ട് പുള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയും കിട്ടാതെ വന്നു. ഹ്യൂജ് ലോസ്, ലയബിലിറ്റീസും, പുള്ളി കുറേ ഓഡീസും അതുപോലെ തന്നെ ലോണുകളൊക്കെ ഉണ്ട്. അത് വലിയ രീതിയിൽ പുള്ളി കടക്കാരൊക്കെ വിളിച്ച് തെറി പറയുന്ന പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ച് തെറി പറയുന്നത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വലിയ രീതിയിൽ തന്നെ അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കേട്ടു. എനിക്ക് തോന്നുന്നൊരു 3/4 മണിക്കൂറിലേറെ പുള്ളി സംസാരിച്ചിട്ടുണ്ടോ. ഞാൻ ഫുള്ളി ഇങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ഗൈഡ് ചെയ്തു. ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്ന ഒരാൾ, അയാളുടെ മൈൻഡിൽ ഇത് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴി ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ഡോറ് മിസ്സായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെപ്രാളത്തിൽ ശാന്തമായ ഒരു മനസ്സോട് കൂടിയിട്ടല്ലല്ലോ നമ്മൾ തരിക. വെപ്രാളത്തിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ അബദ്ധമായിരിക്കും. ബിസിനസ്സിൻ്റെ കൂടെയുള്ളത് തന്നെയാണ് ഈ സ്ട്രെസ്സും ആത്മഹത്യ ടെൻഡൻസി ഒക്കെ. പല പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരും, കൂടെയുള്ള ആളുകൾ പറ്റിക്കും, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അടി വരും, ഗവൺമെൻറ്റിൻ്റെ പോളിസി ചിലപ്പോൾ അടിയായിട്ട് വരും, അങ്ങനെ പലതും വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷനിലേക്കുള്ള വഴി നമ്മൾ കാണൂല. അതാണൊരു ബിസിനസ്സുകാരന് അല്ലാത്തതിൻ്റെ പ്രശ്നം. നമ്മുടെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തേർഡ് പാർട്ടി ആംഗിളിൽ നിൽക്കുകയും അയാൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന സൊല്യൂഷൻ ഇപ്പുറത്തുണ്ടെന്ന് ഗൈഡ് ചെയ്യുക. അത് പക്ഷേ അയാൾക്ക് കാണാതെ നിൽക്കുകയാണ്. അതൊരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ബിസിനസ്സിലേക്ക് തിരിച്ചു വരും. ബിസിനസ്സുകാർ പ്രോബ്ലം ആയിട്ട് വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പുള്ളിയോട്, നിങ്ങൾക്ക് ഈ കടമുണ്ട്, മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടാൻ പറ്റും? പുള്ളി പറഞ്ഞു, ആരും എന്നെ ശല്യം ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഫോക്കസ് ചെയ്യും, ഞാനിത് ബിൽഡ് ചെയ്യും. എനിക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യും. 3 വർഷം കൊണ്ട് ഇവരൊക്കെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴിയും എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇവർ ശല്യം ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ തളർന്നു പോകും. ഞാൻ പറഞ്ഞു, ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾ ഈ പൈസയും തെറി വിളിക്കുന്ന ആളുകളെ ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരെടുത്ത് പോയിട്ട്, ഏതായാലും നിങ്ങൾ മരിക്കാൻ നിൽക്കില്ലേ, ധൈര്യമായിട്ട് പൊക്കോ. അവരോട് പറയാം,
എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇതുവരെ നിങ്ങൾ പൈസയൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടുതൽ പണം എനിക്ക് തന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കിവിടെ കിട്ടാനുണ്ട്, ഇത്രയും തുക എനിക്ക് കിട്ടാനുണ്ട്, പക്ഷെ നിങ്ങളതിനെ ശല്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാനൊരു 3 വർഷം കൊണ്ട് ഇത് തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ഓൾറെഡി ആത്മഹത്യ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. അതല്ല, നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ 3 വർഷം സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫണ്ട് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചു തരും. ഈ ഫേസ് ചെയ്യാനും ഇത് പറയാനുള്ള പേടിയും അവരെന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഇയാളെ ശത്രുക്കളും ഗുണ്ടകളുടെ കയ്യിൽ നിന്നല്ല ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത്, പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പൈസ തരാനുള്ള ഡേറ്റ് കിട്ടാതാകുമ്പോൾ ആളുകൾ ചീത്ത പറയുന്നതാണ്. പക്ഷെ ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കി ചിലപ്പോൾ അവർ സമയം കൊടുക്കും. ഞാനിത് പറഞ്ഞു, ഓരോ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അവസാനം ഒന്നുകിൽ അവരെന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ടോട്ടൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീടെത്തുകയും ചെയ്തു. പിന്നെ കോളൊന്നുമില്ല കുറേ കാലം. പിന്നെ എനിക്കൊന്ന് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. ഖസാക്ക് ബെഞ്ചാലി, ഞാൻ ജീവിക്കും, ഞാൻ തിരിച്ചു വരും. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലയളവിൽ ഞാൻ പൈസ കൊടുക്കാനുള്ള എല്ലാവരും പോയി കണ്ടു. ചിലരെന്നെ വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചു, ചിലർ അടിക്കാനൊക്കെ നിന്നു. പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു 98% ആളുകളും അവസാനം ഞാൻ പറഞ്ഞ രീതിയിൽ റെഡിയായി, എനിക്ക് സമയം തന്നു. ബാക്കിയുള്ള 2% ആളുകളിൽ അപ്പോൾ അത് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ വേഗം കൊടുത്തു വിട്ടാൻ ശ്രമിക്കും. പക്ഷെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നു, എനിക്കിത് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ജീവിക്കും, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവൻ എടുക്കൂല, ആ വാക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചു. കുറേ കാലം വരെ പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്, അയാളുടെ മുന്നിലുള്ള സൊല്യൂഷനാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു മനുഷ്യൻ അത് കാണാൻ കഴിയില്ല. ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇനി വഴിയില്ല, ഇനി ഒരു വഴിയില്ലെന്ന് അവർ വിചാരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിനൊന്ന് ശാന്തമായി കേൾക്കുകയും അവരെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അവരുടെ മുന്നിൽ തന്നെയുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഓൺടർപ്രണേഴ്സിനൊക്കെ ഈ രീതിയിലാണ് നമ്മുടെ അനുഭവങ്ങളും പരിജ്ഞാനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പോലും അവരൊന്ന് കേട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിനുള്ള രീതി. പല മാനസിക നിലയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു മൈൻഡ് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനിങ്ങിലേക്ക് നയിച്ച ഒരു ഘടകങ്ങളാണോ ഇതെല്ലാം? ഞാൻ ശരിക്കും ഒരു മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ ട്രാൻസ്ഫോർമേഷൻസും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡുകൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന കമാൻഡുകളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നമ്മുടെ ചിന്തകളെ പ്രൊവോക്ക് ചെയ്യും. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റും വ്യക്തികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളുടെ പാറ്റേണും ഹാബിറ്റും ഒക്കെ മാറി നമ്മൾ തന്നെ ഒരു പുതിയ മനുഷ്യനാവാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ സാധിക്കും. ഇതാണ് ഞാൻ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ മനസ്സിലായത്. സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ എടുത്തെങ്കിൽ പോലും ആളുകൾ ഈ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ. ഇന്നലെ എന്നെ ഒരു കക്ഷി കാണാൻ വന്നിട്ടുണ്ട്. പുള്ളി ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻ്റ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര മാനസിക സംഘർഷം കയറി. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ കുറേ കെട്ടിപ്പിടിച്ചു. ജസ്റ്റ് 5 മിനിറ്റ് കാണാൻ പെർമിഷൻ ചോദിച്ചു വന്നതാണ്, അപ്പോയിൻമെൻ്റ് ഒന്നും അല്ല, ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിയുടെ കുറേ സങ്കടങ്ങൾ പുള്ളി പറഞ്ഞു. പുള്ളിയുടെ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, 22 വർഷമായി ഗൾഫിൽ പോയിട്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല, കുറേ പ്രതിസന്ധികളിലൂടെ അതിജീവിച്ചു പോകുന്നു എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് കേട്ടു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 1-2 അഡ്വൈസുകളും കൊടുത്തു, എങ്ങനെ റവന്യൂ കൂട്ടണം എന്നുള്ളതിന് അഡ്വൈസ് കൊടുത്തു. ആ പുള്ളി പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞ് ആരും എന്നെ അത്ര മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് പോയി. അത് എൻ്റെ മഹത്വം എന്നുള്ളതല്ല, ശരിക്കും മറ്റൊരാളെ ശരിക്കും അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ ഭയങ്കരമായിട്ട് ആശ്വാസം. അപ്പോൾ നമ്മളെ അടുത്ത് വരുന്നത് നമ്മളിത് കേൾക്കും, നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ നമ്മളെ അടുത്ത് വരാറുണ്ട്. കുറേ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് മൈൻഡ് ട്രെയിനിങ് ഒന്നും അപ്പുറത്തിന് മൈൻഡ് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ച് ഒന്നും വേണ്ട, ഒന്നിനെ കുറിച്ചും പഠിക്കണ്ട. അയാളെ നിങ്ങൾ ഓപ്പണായിട്ട് കേൾക്കുക, മുൻവിധികളില്ലാതെ. ഒരു മുന്നിലിരിക്കുന്ന ഒരാളെ കേട്ട് കഴിഞ്ഞാൽ, സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മതി അയാളെ മനസ്സിൽ കുളിർമയെ പെയ്യിപ്പിക്കാൻ. നമുക്ക് പക്ഷെ കേൾക്കാൻ അറിയൂല എന്നുള്ളതാണ് പ്രശ്നം.
ഇപ്പോൾ ഭാര്യമാർ നമ്മളോട് കൂടുതൽ പറയുന്നൊരു പരാതി എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നല്ല. കേൾക്കാൻ അറിയില്ല. നമുക്കാകെ ഒന്നേ അറിയുള്ളൂ, കേൾക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മറുപടി പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 1 മണിക്കൂർ കോൺവെർസേഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ കേൾക്കും. ആ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ മെൻ്റലി ഒരു മറുപടി റിപ്ലൈ കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ കേൾക്കില്ല. കേൾക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് നമ്മളുടെ മറുപടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടോ എന്നതാണ് ബാക്കിയുള്ള 50 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. സോ മറുപടി കുക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ ഓപ്പണായിട്ട് കേൾക്കുകയും അയാളെ മനസ്സിലാക്കിയെന്ന് ഫീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. അതിനൊരു മൈൻഡ് ട്രെയിനർ ഒന്നും ആവണ്ട. അയാളെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. ലിസണിങ് ഇറ്റ് സെൽഫ് ഈസ് എ തെറാപ്പി.